ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സദ്യ സ്പെഷ്യൽ വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു പാവയ്ക്ക കിച്ചടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ. നമ്മുടെ ഈ പാവയ്ക്ക കിച്ചടി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാവയ്ക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ അത്യാവശ്യം ഇച്ചിരി നീളമുള്ള പാവയ്ക്ക, അതിൻ്റെ പേരിൽ 2 പീസായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇനി ഇതിന് ഉൾഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ചെറിയ ചെറിയ പീസായിട്ട് നമുക്കൊന്ന് അരിഞ്ഞ് മാറ്റാം. പാവയ്ക്കയൊക്കെ ഈ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് അരിഞ്ഞ് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു കനത്തിലാണ് കേട്ടോ ഞാനിപ്പോൾ പാവയ്ക്ക അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഒരുപാട് കനം കുറച്ചിട്ട് അരിയാൻ വേണ്ടി നിൽക്കണ്ട, കാരണം നമുക്ക് ഇന്ന് പൊരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഒരുപാട് കനം കുറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി പൊടിഞ്ഞങ്ങനെ പോകുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിക്ക് ആവശ്യമില്ല. നന്നായിട്ടൊന്ന് വറുത്തെടുക്കുമ്പോഴത്തേക്കും തന്നെ ഒന്ന് ഇതിൻ്റെ കനമൊക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ. ഇത്രയും കട്ടിയൊക്കെ ഒന്ന് മാറിക്കിട്ടിക്കോളും. പൊരിച്ചെടുക്കുന്ന മുന്നേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകരുത്. വെള്ളം ഉണ്ടെങ്കിൽ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് അതിങ്ങനെ പൊട്ടിത്തെറിക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറ്റാം. നമ്മൾ അരിയണതിന് മുന്നേ തന്നെ ഒരു കോട്ടൺ ടവൽ വെച്ചിട്ട് നമ്മൾ പാവയ്ക്ക് നന്നായിട്ട് തുടച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ അരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഒപ്പിയെടുത്താലും മതിയാവും. നമ്മുടെ ഈ കൈപ്പയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനും ആവശ്യമായിട്ടുള്ള കുറച്ച് എണ്ണ ഒന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ എടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് കേട്ടോ. വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം വേറെ ഏതെങ്കിലും എണ്ണ എടുക്കാം. ഇനി ഈ കയ്പ്പൊക്കെ കംപ്ലീറ്റ് ആയിട്ട് എണ്ണയിലേക്ക് ചേർക്കാവുന്നതാണ്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ കളറൊക്കെ ലൈറ്റായിട്ടുള്ള ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, എങ്കിൽ പിന്നെ പെട്ടെന്ന് കളറ് മാറും. പക്ഷേ ഇങ്ങനെ ഒരു കുഴഞ്ഞ മട്ടിലായിരിക്കും ഉണ്ടാകുന്നത്. നമുക്ക് അങ്ങനെയല്ല ഇത് കിട്ടേണ്ടത്. നല്ല ക്രിസ്പി ആയിട്ട് വേണം നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു രീതിക്ക് ഒരല്പസമയം ഒന്ന് വരട്ടി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ പാവയ്ക്ക എല്ലാം നന്നായിട്ട് തന്നെ കളറ് മാറി ഈ ഒരു സ്റ്റേജിലാവും കേട്ടോ. നല്ലതുപോലെ തന്നെ ഒന്ന് ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും തന്നെ മതിയാവും. ഒരുപാടിട്ട് വീണ്ടും അതിൻ്റെ കളറ് മാറ്റി കറുപ്പിക്കരുത്, എങ്കിൽ പിന്നെ ആ കരിഞ്ഞ ഒരു ടേസ്റ്റാവും ഉണ്ടാകുന്നത്. ഇപ്പോൾ നമുക്കിത് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ചെറിയൊരു തേങ്ങാക്കൂട്ട് ഇതിന് വേണ്ടി ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു 1/4 കപ്പ് അളവിൽ മാത്രമേ ഞാനിപ്പോൾ ചെറിയ തേങ്ങ എടുത്തിട്ടുള്ളൂ. ആ ബ്രൗൺ കളറൊന്നും ഇല്ലാതെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരല്പം തേങ്ങ ചേർത്ത് കൊടുക്കാം. കൂടുതലായി പോകരുത്, ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വരെ ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരല്പം കടുകും കൂടിയാണ്. വളരെ കുറച്ച് മതിയാവും കേട്ടോ കടുക് ചേർക്കുന്നത്. എപ്പോഴും കിച്ചടി തയ്യാറാക്കുമ്പോൾ നമ്മളൊരല്പം കടുക് കൂടി ചേർക്കാറുണ്ട്. കൂടെ തന്നെ പിന്നെ ഇതിനോടൊപ്പം വേണ്ടത് ഒരു പച്ചമുളകും കൂടിയാണ്. അത്യാവശ്യം വലിയ പച്ചമുളക് ആയതിൻ്റെ പേരിലാണ് ഒരെണ്ണം ചേർത്തിരിക്കുന്നത്. തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ 2 ചേർക്കാം. ഇനി വേണ്ടത് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കാനായിട്ട് നമ്മളിതിലേക്ക് ഒരല്പം തൈരും കൂടിയാണ് ചേർക്കുന്നത്. നമ്മളിതിലേക്ക് വെള്ളം ഒട്ടുമേ ചേർക്കുന്നില്ല. നമ്മുടെ ഈ പാവയ്ക്ക കിച്ചടിയിലേക്ക് ഒരല്പം പോലും വെള്ളം ചേർക്കാതെ വേണം തയ്യാറാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് തന്നെ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു ബോളിലേക്ക് ഒരു 1.5 കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കാം. നല്ല കട്ടി തൈര് വേണം കേട്ടോ നമ്മുടെ ഈ കിച്ചടിക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ളത്. കുറച്ച് പുളിയോട് കൂടിയിട്ടുള്ള, എന്നാൽ ഒരുപാട് പുളിയില്ലാത്ത തൈര് വേണം ആവശ്യമായിട്ടുള്ളത് ഇതിന്. ഇനി നമുക്കിതൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് തന്നെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. നമ്മൾ ഹാൻഡ് വിസ്ക് യൂസ് ചെയ്യരുത്, എങ്കിൽ പിന്നെ നല്ലതുപോലെ ലൂസായി പോകും. അതുപോലെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് അങ്ങനെയും തരച്ചെടുക്കരുത്, എങ്കിൽ പിന്നെ നല്ല വെള്ളം പോലെ ലൂസായിട്ട് മാറിപ്പോകും. നമുക്ക് അങ്ങനെയല്ല കിട്ടേണ്ടത്. നല്ല തിക്കായിട്ടുള്ള തൈര് വേണം കിട്ടാനായിട്ട്. ഒരു ഫോർക്ക് വെച്ചിട്ടോ ഒരു സ്പൂൺ വെച്ചിട്ടോ ഒന്ന് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഒരുപാട് സ്പീഡിൽ നമ്മളിത് ഇളക്കി കൊടുക്കണ്ട, പതുക്കെ ഒന്ന് സോഫ്റ്റായിട്ട് ഇളക്കി കൊടുത്താൽ മതിയാവും. പെട്ടെന്ന് തന്നെ ഇതൊക്കെ ഒന്ന് കട്ടയൊക്കെ ഒന്ന് മാറി കിട്ടും. ഇലയിലേക്ക് പാവയ്ക്ക കിച്ചടി വിളമ്പുന്ന സമയത്ത് അതിങ്ങനെ ഒലിച്ചു പോകാൻ പാടില്ല. ഇങ്ങനെ വെള്ളം പോലെ ഇങ്ങനെ ഒലിച്ചു പോകാൻ പാടില്ല. നല്ല കട്ടിക്ക് തന്നെ അത് ഉണ്ടാകണം കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ എടുത്ത് പറയുന്നത്. നന്നായിട്ട് തന്നെ ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൂട്ടും ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു രീതിക്ക് നമ്മുടെ തേങ്ങാക്കൂട്ടും നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ പാവയ്ക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു അളവിൽ ഞാൻ കുറച്ചൊന്ന് മാറ്റി വെക്കുകയാണ്. സെർവ് ചെയ്യുന്ന സമയത്ത് അതിന് മുകളിലേക്കൊന്ന് വെക്കണം എന്നുണ്ടെങ്കിൽ മാത്രം, അതല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ചേർക്കാവുന്നതാണ് കേട്ടോ.
ഇതിനോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മാത്രം പഞ്ചസാരയും കൂടി ചേർക്കുകയാണ്. നമ്മൾ ഈ പഞ്ചസാര ചേർക്കുന്ന സമയത്ത് ഈ പാവയ്ക്കലുണ്ടാകുന്ന ആ ഒരു കയ്പ്പ്, ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആ ഒരു കയ്പ്പ് അങ്ങ് മാറിക്കിട്ടും കേട്ടോ. നമ്മുടെ ഈ തൈരിൻ്റെ പുളിയൊക്കെ നന്നായിട്ടൊന്ന് ബാലൻസ് ചെയ്യും. അതിൻ്റെ പേരിൽ ഒരല്പം മാത്രം കൂടുതലാകണ്ട. നമ്മളിതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേഗം തന്നെ ഇതിലേക്ക് താളിച്ചും കൂടി ചേർക്കാവുന്നതാണ്. താളിച്ച് ചേർക്കാനായിട്ട് ഞാനിപ്പോൾ ചെറിയൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് നല്ലതുപോലെ ചൂടാകുമ്പോഴത്തേക്കും ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും ഒരു 2 വറ്റൽമുളക് ചേർക്കുകയാണ്. കൂടെ തന്നെ ഒരല്പം കറിവേപ്പിലയും കൂടി ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ ഈ താളിച്ചത് പാവയ്ക്ക കിച്ചടിയിലേക്ക് ചേർക്കാവുന്നതാണ്. താളിച്ചതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഉടൻ തന്നെ ഇത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു പാവയ്ക്ക കിച്ചടി സദ്യയ്ക്കൊപ്പം ഓണത്തിനും വിഷുവിനും ഒക്കെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര സിമ്പിളായിട്ടാണല്ലേ നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം കേട്ടോ. അപ്പോൾ അതുവരെയും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.